ആറന്മുള വിമാനത്താവളത്തിന് UDF പച്ചക്കൊടി കാണിച്ചെന്ന ഭൂവുടമ എബ്രഹാം കലാമണ്ണിൽ പറയുന്നു. എന്നാൽ അതിനെ ശക്തമായി എതിർക്കുമെന്ന് കുമ്മനം രാജശേഖരനും അറിയിച്ചു. നിർദ്ദിഷ്ട സ്ഥലത്ത് വീണ്ടും ഡ്രോൺ സർവേ വരെ നടത്തി. ആവശ്യമെങ്കിൽ സർക്കാർ അംഗീകൃത സർവേ നടത്താമെന്നും കലാമണ്ണിൽ പറഞ്ഞു. തന്റെ പക്കൽ 400 ഏക്കറുണ്ട്. സർവേക്കായി സ്വകാര്യ കമ്പനി വീണ്ടും എത്തും. 1000 ഏക്കർ കൂടി ലഭിച്ചാൽ പദ്ധതി യാഥാർത്ഥ്യമാകും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. അബിൻ വർക്കി MLA-യും ആന്റോ ആന്റണി MP-യും പദ്ധതിക്ക് വേണ്ടി ഒപ്പമുണ്ട്. പ്രോജക്റ്റ് സമർപ്പിച്ചാൽ മിച്ചഭൂമി ഒഴിവാകും. അതോടെ ഹൈക്കോടതിയിലെ കേസ് അവസാനിക്കും. ഇതാണ് കലാമണ്ണിൽ പറയുന്നത്. അതേസമയം പദ്ധതി പ്രദേശത്ത് നടന്ന ഡ്രോൺ സർവേയിൽ എതിർപ്പുമായിട്ടാണ് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ രംഗത്തെത്തിയത്. വിമാനത്താവളത്തിനായുള്ള പുതിയ നീക്കം ദുരൂഹമാണ്. ഭൂമി കച്ചവടമാണ് ലക്ഷ്യമെന്നും ഒരിക്കലും ആറന്മുളയിൽ വിമാനത്താവളത്തിനുള്ള അനുമതി ലഭിക്കില്ലെന്നുമാണ് കുമ്മനം പറയുന്നത്. ഉടമനടക്കമുള്ള മറ്റു സ്ഥലങ്ങളിൽ പദ്ധതി സാധ്യത പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുന്നു. പുതിയ സർക്കാർ വന്നുവെന്ന് പറഞ്ഞ് ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ടെന്നും BJP പ്രതിഷേധം ശക്തമാക്കുമെന്നും കുമ്മനം പ്രതികരിച്ചു. അബിൻ വർക്കി പ്രദേശത്തെ വിഷയങ്ങൾ പഠിച്ചിട്ടല്ല പറയുന്നത്. ഒരു നിർമ്മാണവും സഹിക്കാൻ പറ്റുന്ന ഭൂമിയല്ല ആറന്മുളയിലേത്. എല്ലാ വർഷവും വെള്ളം വന്നു ചേരുന്ന സ്ഥലമായി ആറന്മുള മാറിയെന്നും വയനാട് കണ്ടെങ്കിലും പാഠം പഠിക്കണമെന്നുമാണ് കുമ്മനം വ്യക്തമാക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വൻ ജനകീയ പ്രക്ഷോഭം നേരിട്ട പദ്ധതിയാണ് ആറന്മുളയിലെ വിമാനത്താവളം. പുഞ്ചപ്പാടം നികത്തുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുമെന്ന് അന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പ്രക്ഷോഭങ്ങളെല്ലാം നടന്നത്. തുടർന്ന് 2014 ദേശീയ ഹരിത ട്രൈബ്യൂണൽ പദ്ധതി റദ്ദാക്കിയിരുന്നു. ഇത് സുപ്രീം കോടതി ശരിയും വെച്ചു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ വിമാനത്താവളം പദ്ധതി വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ്. കഴിഞ്ഞ മാസം അബിൻ വർക്കിയും പദ്ധതിയെക്കുറിച്ച് പരാമർശം നടത്തിയിരുന്നു. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പദ്ധതി വരികയാണെങ്കിൽ നല്ലതാണെന്നായിരുന്നു അബിൻ വർക്കിയുടെ പ്രതികരണം.